നമസ്കാരം. സാക്ഷി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മകര തിരുവോണ മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കണ്ണാപുരം മഹാവിഷ്ണു ഭഗവാന്റെ തിരുമണ്ണിലാണ്. ഭഗവാന്റെ തിരുമുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിനും ഈ ഉത്സവമായിട്ടും അതിന്റെ നടത്തിപ്പിനെ കുറിച്ചും ഇനി വരാനിരിക്കുന്ന 2 ദിവസം കൂടിയുള്ള കാര്യങ്ങളെക്കുറിച്ചും അന്നദാനത്തിനെ കുറിച്ചും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ആർ രവീന്ദ്രൻപിള്ള സാർ, അദ്ദേഹത്തോട് ചോദിക്കാം. നമ്മുടെ അതിപുരാതനമായ ക്ഷേത്രമാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നമ്മളെ കൊടിമരം കൂടി വന്നതിന് ശേഷം അതിന് മുന്നേയായി കമ്മിറ്റി കാലങ്ങളിൽ ആലോചിക്കുമ്പോൾ പല സമയങ്ങളിലായിട്ടാണ് ഉത്സവം. പക്ഷേ കടയ്ക്കൽ തിരുവാതിര പോലെ നമ്മുടെ തൃക്കണ്ണാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം മകര തിരുവോണ ദിവസമാണ് നമ്മുടെ ഏറ്റവും സമാപന ദിനം. അപ്പോൾ മകരമാസത്തിലെ അത്തം നാളിൽ നമ്മുടെ ഈ കൊടിയേറും, തിരുവോണം നാളിൽ കൊടി ഇറക്കും. ഒട്ടേറെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ സമൂഹത്തിൽ നമ്മുടെ ക്ഷേത്രത്തോട് എല്ലാ ആളുകൾക്കും മത സൗഹാർദ്ദപരമായാണ് ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും. അപ്പോൾ ഈ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സെക്രട്ടറിയും എൻ്റെ കൂടെയുള്ള കമ്മിറ്റിയുള്ളവരും ട്രഷററും ഞങ്ങളുടെ ഉത്സവ കമ്മിറ്റി ജോയിൻറ്റ് കൺവീനറും ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് മറ്റ് ചില കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ബഹുമാനായ സെക്രട്ടറിയോട് പറയുന്നതായിരിക്കും. നമ്മുടെ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത്. ഈ 10 ദിവസത്തിൽ 6 ദിവസം അന്നദാനവും 4 ദിവസം കഞ്ഞിസദ്യയാണ് നടക്കുന്നത്. 10 ദിവസവും ഈ അന്നദാനത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് കണ്ടുവരുന്നത്. 6000-7000-ഓളം പേരുകൾക്ക് അന്നദാനം നടത്തി വരുന്നു. 10 ദിവസവും നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമുണ്ട്. വലിയ സ്റ്റേജ് പ്രോഗ്രാമാണ് നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റും താമസിക്കുന്ന ജാതിമത ഭേദമന്യമുള്ള മുഴുവൻ ആൾക്കാരിൽ നിന്നും സംഭാവനകൾ നൽകി സ്വീകരിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മകരമാസത്തെ തിരുവോണ നാളാണ് ഭഗവാന്റെ നാള്. ഈ നാള് ക്രമീകരിച്ചാണ് ഇവിടെ 10 ദിവസത്തെ ഉത്സവം നടത്തുന്നത്. ഈ 10 ദിവസത്തെ ഉത്സവം പ്രധാനമായിട്ടും 10 അവതാരങ്ങളുടെ ഈ 10 അവതാരങ്ങള് ഒരുക്കുണ്ട്. ചാർത്ത് 10 ദിവസവും 10 അവതാരങ്ങളുടെ ചാർത്താണ്. അതൊരു ഈ അടുത്ത ക്ഷേത്രങ്ങളിലെങ്ങും അങ്ങനെ ഒന്നില്ല. അതൊരു വിശേഷമാണ് ഇവിടെ. അത് കാണാൻ വൈകിട്ട് ഇവിടെ വലിയ തിരക്കും ഈ സ്റ്റേജ് പരിപാടിയെ കാട്ടി അധികം അത് കാണാനാണ് ഇവിടെ ആള്. പിന്നെ ഈ ആദ്യമായി ക്ഷേത്ര കമ്മിറ്റി ഇതുവരെയ്ക്കും ഇവിടെ ഒരു അന്നദാനം നടത്തിയിട്ടില്ല. കുറേ നാളുകളായി ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ആദ്യമായി ഒരു മഹാ അന്നദാനം ക്ഷേത്ര കമ്മിറ്റി ഇവിടെ നടത്തുകയാണ്. അതുകൊണ്ട് ഈ വരുന്ന ബുധനാഴ്ച വളരെ വലിയൊരു അന്നദാനം നടക്കുന്നുണ്ട്. അത് ഈ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നടത്തുന്ന അന്നദാനമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ആറാട്ട് ഘോഷയാത്ര മടങ്ങി വരുന്നതോടുകൂടി അന്ന് കൊടിയിറക്കവും ഉത്സവ സമാപനവുമാണ്. ഇപ്പം ഇന്ന് 7-ാം ദിവസം അല്ലേ സാറേ? ഇന്ന് 7-ാം ദിവസം, നാളെ 8-ാം ദിവസം, 9 അല്ല ഇന്ന് 8-ാം ദിവസമാണ്. ഇന്ന് 8-ാം ദിവസം, നാളെ 9, 10-ാം ദിവസത്തോടു കൂടി ഉത്സവം സമാപിക്കുന്നതായിരിക്കും. ബാക്കി പറയുന്നത് ഉത്സവത്തെക്കുറിച്ച് അധികം സംസാരിക്കാൻ ജോയിന്റ് കൺവീനർ. നമ്മുടെ ഈ ഉത്സവം മറ്റന്നാൾ കൊടിയിറങ്ങുകയാണ്. ഉത്സവത്തിനെ പറ്റിയൊക്കെ സെക്രട്ടറിയും പ്രസിഡന്റും ഇത് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇതിൽ കൂടാതെ തന്നെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ആണ് പ്രത്യേക ഒരു ദിവസം എന്ന് പറയുന്നത്. വ്യാഴാഴ്ച ഒരുപാട് ഭക്തജനങ്ങൾ പുറത്തുനിന്നൊക്കെ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. കാരണം വ്യാഴാഴ്ചത്തെ പാൽപ്പൊങ്കാല വിശേഷാൽ ഒരു പൂജ തന്നെയാണ് ഇവിടെ. അപ്പോൾ പാൽപ്പായസം, ആ പാൽപ്പായസം കഴിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്ന് വരുന്നുണ്ട്. നല്ല ഒരു അന്തരീക്ഷത്തിലാണ് ആ ഒരു പൂജ നടക്കുന്നത്. അന്ന് കഞ്ഞിസദ്യ, എല്ലാ വ്യാഴാഴ്ചയും കഞ്ഞിസദ്യ ക്ഷേത്രത്തിലുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ വിശന്ന് ഒരു പൂജ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഉത്സവം ഉണ്ടെങ്കിലും ആരും വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതാണ് നമ്മളോട്. കാരണം ഇപ്രാവശ്യം തന്നെ ഒരു 7 അന്നദാനവും 3 കഞ്ഞിസദ്യയായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണിത്. അപ്പോൾ അടുത്ത വർഷം തന്നെ ഒരു ദിവസത്തെ ഫുൾ അന്നദാനം നമ്മുടെ ഒരു അസ്ലം എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തിൻ്റെ വാപ്പ വന്ന് ഇങ്ങോട്ട് പറയുകയാണ്. ഇതായിട്ട് ഒരു വർഷത്തെ ഉത്സവം ഒരു ദിവസം ഫുൾ അന്നദാനം 1.5 ലക്ഷം രൂപയോളം വരും. അപ്പോൾ അങ്ങനെ ആ രീതിക്കുള്ള ജാതിമത ഭേദമുള്ള അവിടെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങാണെങ്കിലും നമ്മൾ ഒരു
ഹിന്ദു ക്ഷേത്രമാണെങ്കിലും ഇപ്പം നമ്മുടെ ഒരു ക്രിസ്ത്യൻ പള്ളി, നമ്മുടെ തൊട്ടടുത്ത് ക്രിസ്ത്യൻ പള്ളിയാണ്. അവിടുത്തെ അച്ഛൻ, നമ്മുടെ അടുത്ത പള്ളിയുടെ മുസ്ലിം ആ ഉസ്താദ് വരുന്നുണ്ട്. എല്ലാവരോടും ചേർന്നിട്ടുള്ള ഒരു സമ്മേളനം, ഒരു പൊതുയോഗമാണ് നമ്മൾ സംഘടിപ്പിക്കാറ്. അതുപോലെ തന്നെ നബിദിനത്തിന് ക്ഷേത്രത്തിന്റെ വക ഒരു നല്ലൊരു സ്വീകരണമാണ് പാങ്ങനാട് ജംഗ്ഷനിൽ കൊടുക്കാറ്. അടുത്ത് അറിയാം ക്രിസ്ത്യൻ പള്ളിയാണ് നമ്മുടെ അടുത്തുള്ളത്. ആ പള്ളി പെരുന്നാളിലും ഞങ്ങൾ നല്ലൊരു പാൽപ്പായസം വെച്ച് അവരെയും സ്വീകരിക്കുന്നുണ്ട്. അപ്പം ജാതിമത ഭേദമന്യേ ഇവിടെ എല്ലാവരും ചേർന്നാണ് ഈ ഉത്സവം നടത്തുന്നത്. അല്ലാതെ ഒരു മാസത്തിന് മാത്രമല്ല. പിന്നെ അതുപോലെ ഓരോ മാസവും ഞങ്ങൾ ചികിത്സാ സഹായനിധി കൊടുക്കാറുണ്ട്. വരുന്ന എല്ലാ പൈസ എടുത്ത് ക്ഷേത്രത്തിൽ മാത്രം ഒരു വികസനം മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കിടന്നാൽ അവരെ സഹായിക്കാനേ ക്ഷേത്ര കമ്മിറ്റി മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് 5 പേർക്കാണ് ചികിത്സാ സഹായം നൽകിയത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഉത്സവം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. സമയപ്രദേശത്തെ കടകത്തിരുവാര കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ആള് കൂടുന്ന ഇതിന്റെ 8ാം ദിവസമാണ്. 10ാം ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറ്. ഇപ്പൊ ഇന്ന് നമ്മൾ തൃക്കണ്ണാപുരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയാണ് ഇപ്പൊ ക്ഷേത്രത്തിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ദീപാരാധന തുടങ്ങും. അത് കഴിഞ്ഞാൽ ശ്രീഭൂതബലി, അത് കഴിഞ്ഞാൽ ഫോക്ക് മെഗാ ഷോ എന്നുള്ള നാടൻ പാട്ടാണ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആള് കഴിഞ്ഞാൽ നാളത്തേക്കായി, നാളെ പറയെടുപ്പുമായിട്ട് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. തൃക്കണ്ണാപുരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര താലപ്പൊലിയും വിളക്കും ക്ഷേത്രസ്ഥലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. താലപ്പൊലിയും വിളക്കും മുത്തുക്കുടകളും എന്തിയ ബാലന്മാരും ഒക്കെ ആയിട്ട് ക്ഷേത്രത്തിന്റെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ദീപാരാധനയും വിളക്കും നടക്കും. ഒപ്പം തന്നെ തൂലിക തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും അതോടൊപ്പം തിരുവാതിരയും നടക്കുന്നതാണ്. അതിനുശേഷം തിരുവനന്തപുരം അണിയരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടികളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ തിരുമണ്ണിലേക്ക് എല്ലാ മാന്യ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ഈ ക്ഷേത്രത്തിന്റെ തിരുമണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് താലപ്പൊലി ഏന്തിയ ബാലികമാരും മുത്തുകൂടെ ഏന്തിയ ബാലകന്മാരും ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ ഭഗവാന് വലം വെച്ച് പോകുന്ന കാഴ്ചയാണ്. തൃക്കണ്ണാപുരം നിവാസികളുടെ വകയാണ് ഇന്നത്തെ ഭഗവാന് സമർപ്പിക്കുന്ന പരിപാടികൾ. അല്പനേരത്തിനകം തന്നെ ഇവിടെ ദീപാരാധനയും വിളക്കും നടക്കുന്നതാണ്. അതിനുശേഷം തൂലിക തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും തിരുവാതിരയും ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം തിരുവനന്തപുരം അണിയരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. വളരെ നല്ല രീതിയിലുള്ള കലാപരിപാടികളാണ് ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെയും മറ്റന്നാളുമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ മറ്റന്നാൾ രാവിലെ പാൽപ്പൊങ്കാല, ഭഗവാന്റെ ഇഷ്ടവഴിപാടായ പാൽപ്പൊങ്കാല മറ്റന്നാൾ രാവിലെ ക്ഷേത്രത്തിൽ നടത്തപ്പെടും. ശേഷം ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ വളരെ വലിയ ഒരു അന്നദാനം തന്നെ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അത് ക്ഷേത്ര കമ്മിറ്റിയും ഭക്തജനങ്ങളുടെയും കൂടി സംയുക്തമായിട്ടുള്ള ഒരു ഇടപെടലോട് കൂടിയ ഒരു വലിയ അന്നദാനം തന്നെ നടത്തപ്പെടുന്നു. കടയ്ക്കൽ ദേവീക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആള് കൂടുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദിവസം അന്നദാനം നടക്കുന്നതും ഉത്സവങ്ങൾ നടക്കുന്നതുമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും 10 ദിവസവും അന്നദാനവും കഞ്ഞിസദ്യയും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ ഉത്സവം സുഖമില്ലാതെ ഉള്ള
ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ ധനസഹായങ്ങൾ നൽകുന്നു. അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കപ്പെടുന്നു. അതുപോലെ ഇവിടുത്തെ അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വിശന്നിരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ഇവര് എല്ലാ മാസങ്ങളിലും ഇവിടെ അന്നദാനം നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ജാതിക്കോ മതത്തിനോ യാതൊരു വിധമായിട്ടുള്ള ഇതുമല്ലാതെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് മറ്റന്നാൾ ഇവിടെ അന്നദാനവും അതുപോലെ തന്നെ കെട്ടുകാഴ്ചയും ഒക്കെ നടക്കുമ്പോൾ ഇവിടെ ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ നിന്ന് പായസം വെച്ച് ഈ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുകയാണ്. എല്ലാ വർഷവും വർഷാവർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചും ആ പള്ളിയിലെ ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചും അതുപോലെ പായസവും അതുപോലെ തന്നെ കുടിവെള്ളവും ഒക്കെ നൽകിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ മുസ്ലിം പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ നബിദിനം അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ കുട്ടികൾക്ക് മിഠായിയും കുടിവെള്ളവും ഒക്കെ നൽകിക്കൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ള ഭാരവാഹികൾ അതിനും മുൻകൈ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ കാഴ്ച കാണുമ്പോൾ നമുക്കറിയാം വളരെ ഈശ്വരാധീനമുള്ള അല്ലെങ്കിൽ വളരെയധികം ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റന്നാൾ വളരെ വിപുലമായിട്ടുള്ള പരിപാടിയും കെട്ടുകാഴ്ചയും ഘോഷയാത്രയും ഒക്കെ ഉണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ നേരുകയാണ്. ഇപ്പോൾ ശിങ്കാരി മേളം ക്ഷേത്രത്തിന് മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള നിവാസികൾ അണിയിച്ചെടുക്കുന്ന കലാപരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശിങ്കാരി മേളം കഴിഞ്ഞാൽ ഉടൻ തന്നെ തൂലിക തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര കളി ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം തിരുവനന്തപുരം ആയിരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. അല്പസമയത്തിനകം തന്നെ ദീപാരാധനയും വിളക്കം ഉണ്ടാവുന്നതാണ്. ദീപാരാധനയും വിളക്കം അല്പസമയത്തിനകം തന്നെ ദീപാരാധനയും വിളക്കം ആരംഭിക്കുന്നു. സാക്ഷി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും 1000 ഉത്സവാശംസകൾ നേർന്നുകൊള്ളുകയാണ്.
ഗീതാദർശനം കൂടി കഴിയുമ്പോൾ തന്നെ തിരുവാതിര അരങ്ങേറുന്നതാണ് ഈ ക്ഷേത്ര കോമ്പൗണ്ട്. തൂലിക തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരയും കൈകൊട്ടുകളയും ഏതാനും ദിവസം കൂടി കഴിയുമ്പോൾ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ നടത്തപ്പെടും. അതിനുശേഷം തിരുവനന്തപുരം അണിയരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും വളരെ മനോഹരമായ രീതിയിലുള്ള ചിങ്കാരിമേളമാണ് കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ തൂലിക തിരുവാതിര അവതരിപ്പിക്കുന്ന തിരുവാതിരയും കൈകൊട്ടുകളിയും ഉണ്ടായിരിക്കുന്നതാണ്.
അരിയാണ് അരിച്ചാക്ക്. ഏതൊരു ഭക്തൻ ഭഗവാനെ സമർപ്പിച്ച അന്നദാനത്തിന് വേണ്ടി ഏതൊരു ഭക്തൻ സമർപ്പിച്ച ഒരു ചാക്ക് അരിയാണ് നിലപറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്. തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ തിരുമുന്നിൽ അബോധപൂർവമായിട്ടുള്ള കെട്ടിട്ടാണെന്ന് അനുഭവപ്പെടുന്നത്. ഇനി 2 ദിവസം കൂടിയാണ് ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാവുക. നാളെയും മറ്റന്നാളും. മറ്റന്നാളാണ് അവസാന ദിവസം. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഭഗവാന്റെ തിരുനാൾ എന്ന് പറയുന്നത് മകരത്തിലെ തിരുവോണം നാളാണ്. അന്ന് ഭക്തജന ഭഗവാനത്തോടു കൂടി അന്നദാനം നടത്തപ്പെടുന്നു. വലിയ ഒരു ഘോഷയാത്ര തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തില് കൈകൊട്ടുകളി തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. സാക്ഷിപ്പെട്ട മാന്യപ്രേക്ഷകൻ 1000 തിരുവാതിര തിരുവോണാശംസകൾ ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ശിങ്കാരി മരമാണ് ക്ഷേത്രത്തിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഉത്സവം തൃക്കണ്ണാപുരം നിവാസികൾ വകയാണ് ഇന്നത്തെ ഉത്സവം. ഏതാനും നിമിഷം കൂടി കഴിയുമ്പോൾ തിരുവാതിര തൂലികാ സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരയും കൈകൊട്ടുകളിയും ക്ഷേത്രത്തിൽ നടത്തപ്പെടും. അത് കഴിഞ്ഞ ഉടൻ തന്നെ തിരുവനന്തപുരം ആണിയരങ്ങ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ശിങ്കാരിമേളത്തോടുകൂടി നമ്മുടെ